ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നേരിടുന്നത് കനത്ത അപമാനമാണെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജർമ്മൻ ചാൻസലർ. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതി ഒന്നും ഉണ്ടാകാതെ സ്തംഭിച്ചു നിൽക്കവെയാണ് അമേരിക്കയുടെ യൂറോപ്യൻ സഖ്യകക്ഷിയിൽ നിന്നുള്ള ഈ പരാമർശമുണ്ടാകുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ട്രംപ് ഭരണകൂടത്തിന് ദിശാബോധമില്ലെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്. സംഘർഷത്തിൽ നിന്ന് കരകയറാൻ അമേരിക്കയ്ക്ക് മുൻപിൽ കൃത്യമായൊരു വഴിയില്ലാതെ കുഴങ്ങിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതുമാത്രമല്ല, അമേരിക്കയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മേൽക്കൈ ഇറാനാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ജർമ്മൻ നഗരമായ മാർസ്ബർഗിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവെയായിരുന്നു മേഴ്സ് ഏറെ ശ്രദ്ധേയമായ ഈ പ്രസ്താവനകൾ നടത്തിയത്. ഇറാനുമായി ട്രംപ് ഭരണകൂടം നടത്തുന്ന അസ്ഥിരമായ ചർച്ചകളെയും ജർമ്മൻ ചാൻസലർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന പരോക്ഷ ചർച്ചകളിൽ യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഇറാൻ നേതൃത്വം അമേരിക്കയെ അപമാനിക്കുന്നതാണെന്നാണ് മേഴ്സിന്റെ വാദം. ഇത് എത്രയും വേഗം അവസാനിക്കുമെന്ന പ്രതീക്ഷയും മേഴ്സ് പങ്കുവെക്കുന്നുണ്ട്. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ അമേരിക്കയുടെ വിശാലമായ തന്ത്രത്തെയും മേഴ്സ് ചോദ്യം ചെയ്യുന്നുണ്ട്. വ്യക്തമായ ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ യുദ്ധത്തിൽ പ്രവേശിക്കുന്നത് അപകടകരമായ തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. യുദ്ധം ആരംഭിക്കുന്നത് പോലെ അവസാനിപ്പിക്കാനും കഴിയണമെന്ന പരോക്ഷ വിമർശനവും മേഴ്സ് നടത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ നേരിട്ടതിന് സമാനമായ തിരിച്ചടിയാണ് ഇറാനിലും US നേരിടുന്നത് എന്നാണ് മേഴ്സിന്റെ വാദം. 20 വർഷത്തോളം നീണ്ട അമേരിക്കയുടെ അഫ്ഗാൻ അധിനിവേശത്തിലും ഇറാഖിലും കണ്ടതുപോലെയാണ് നിലവിലെ കാര്യങ്ങൾ. ഇറാൻ വളരെ നയതന്ത്രപരമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും പ്രതീക്ഷിച്ചതിലും ശക്തമാണ് അവരുടെ നിലപാടുകളെന്നും മേഴ്സ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചർച്ചകൾ നടത്തുന്നതിലും നടത്താതിരിക്കുന്നതിലും ഇറാന് നല്ല കഴിവാണുള്ളത്. എന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ നീക്കങ്ങളിലൂടെ ഒരു വലിയ രാഷ്ട്രം തന്നെ, അതായത് അമേരിക്ക തന്നെ അപമാനിക്കപ്പെടുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുദ്ധത്തിന്റെ ആഘാതം ജർമ്മൻ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന മുന്നറിയിപ്പും മേഴ്സ് നൽകുന്നുണ്ട്. നിലവിൽ ഇതൊരു സങ്കീർണമായ സാഹചര്യമാണ്. ഇത് തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ഇറാനെതിരെയുള്ള ഈ യുദ്ധം തങ്ങളുടെ സാമ്പത്തിക ഉൽപ്പാദനത്തെ നേരിട്ട് ബാധിക്കുന്നുണ്ട് എന്നും ജർമ്മൻ ചാൻസലർ വ്യക്തമാക്കുന്നുണ്ട്. നാറ്റോ സഖ്യത്തിലെ ചില രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം നടപടികൾക്ക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് വിമർശന സ്വഭാവമുള്ള പ്രസ്താവനകളുമായി ജർമ്മൻ ചാൻസലർ തന്നെ നേരിട്ട് രംഗത്തെത്തുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയെ സഹായിച്ചില്ല എന്ന പേരിൽ സ്പെയിനിനെ നാറ്റോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അമേരിക്ക പദ്ധതിയിടുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പെന്റഗണിൽ നിന്ന് ചോർന്ന ഒരു മെയിലായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നിലവിലെ അവസ്ഥയിൽ ആഗോള പെട്രോളിയം വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ മൈൻ സ്വീപ്പറുകളെ വിന്യസിക്കാൻ ജർമ്മനി സന്നദ്ധമാണെന്നും മേഴ്സ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അത് യുദ്ധം അവസാനിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന ഉപാധിയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹോർമൂസിലെ ഉപരോധവും ഇറാന്റെ സ്വാധീനവുമെല്ലാം ആഗോളതലത്തിൽ തന്നെ വലിയ ഊർജ്ജ പ്രതിസന്ധിയും സാമ്പത്തിക അസ്ഥിരതയും ഉണ്ടാക്കിയിട്ടുണ്ട്. മൈലുകൾക്കപ്പുറത്താണെങ്കിലും യൂറോപ്പിലും സ്ഥിതി ഗുരുതരമാണ്. മേഴ്സിന്റെ വാക്കുകളിലും അത് എത്രമാത്രം അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നതും വ്യക്തമാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിച്ച് ഹോർമൂസ് കടലിടുക്ക് പഴയപടിയാകുക എന്നത് ഏറെ നിർണായകമാണ്.